Hi everyone. Today we'll be starting the fifth module. Fifth module topics എന്ന് പറയുന്നത് ഫസ്റ്റ് സബ് പ്രോഗ്രാമിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സബ് പ്രോഗ്രാമിൽ വരുന്നത് ലെവൽ കൺകറൻസി, പിന്നെ സെമാഫോഴ്സ്, മോണിറ്റേഴ്സ്, മെസ്സേജ് പാസിംഗ്. ഇത് കൂടാണ്ടും കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഒരു പാർട്ട് 1 എന്നുള്ള സെക്ഷനിൽ വരുന്ന ടോപ്പിക്സ് ആണ്. മെയിൻലി ഇതിൽ കൺകറൻസി പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കുറച്ച് ഫങ്ഷണൽ ആക്ടിവിറ്റീസും ആണ് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ സബ് പ്രോഗ്രാമും കൺകറൻസി എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വിൽ മൂവ് ഓൺ ടു ഇൻട്രൊഡക്ഷൻ. കൺകറൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം തന്നെ ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് എടുക്കാം ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. സോ കൺകറൻസി മീൻസ് ദാറ്റ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് ഇസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ സെയിം ടൈമിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻ നടക്കുമ്പം ആ ഒരു കമ്പ്യൂട്ടേഷൻസ് തമ്മിലൊരു കൺകറൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ hence the programs that follow this category of areas known as concurrent programs. Whenever a program we have a particular program and that program is running at any of the time. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻ നടക്കുമ്പോൾ നമ്മൾ അവിടെ കൺകറൻസി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then as concurrent programs we have the program for which at any time more than one instruction may be eligible for execution. Okay, ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ തന്നെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, കുറേ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ 1 by 1 സീക്വൻഷ്യലി ഇങ്ങനെ എഴുതും, പ്രൊവൈഡഡ് ഇറ്റ് ഹാസ് എൻ എക്സിക്യൂഷൻ ഓർഡർ ഫ്രം ടോപ്പ് ടു ബോട്ട്. പിന്നെ അവിടെ ലിങ്കിങ് ഒക്കെ വരുമ്പോഴാണ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രോഗ്രാമിനെ കൺട്രോൾ പോകുന്നത്. ഓക്കെ, so whenever we follow on a concurrent program, when a program is having many instructions and in that more than one instructions can be executed at the same time, then we can say it as it follows the concurrent programs property. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം നമ്മളൊരു സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പം നമുക്ക് എപ്പോഴാണ് അത് കൺകറൻറ്റ് എന്ന് പറയാൻ പറ്റുക, ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ്റെ ഒരു സ്ഥലമുണ്ട്, ദാറ്റ് ഈസ് ദ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. സോ വെൻ ഇറ്റ് ഈസ് ഹാവിങ് മോർ ദാൻ വൺ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ദാറ്റ് പ്രോഗ്രാം ഇസ് അണ്ടർ concurrent. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ സൈഡ് നോക്കുമ്പോൾ വി സേ ദാറ്റ് പ്രോഗ്രാം ഇസ് ഹാവിങ് മോർ ദാൻ വൺ ത്രെഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, സോ ഈ ത്രെഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് വി ആർ യൂസിങ് മൾട്ടി പ്രോഗ്രാം എക്സിക്യൂഷൻ യൂസിങ് ത്രെഡ്. നമുക്ക് ഏതൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിനൊരു ആക്റ്റീവായിട്ടുള്ള എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. സോ അതിനാണ് നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ത്രെഡാണ് ഇത്രയും കാര്യങ്ങളുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ hence we can say that whenever there is a program and it is having an active execution context, then each execution context for that same program is known as a thread. So this is just an introduction of concurrency. Next we move on to detail of concurrency. It is having three motivations. മൂന്ന് motivations ആണ് കൺകറൻസി വെച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഫോളോ ചെയ്യേണ്ടത്. ഒന്ന്, പ്രോബ്ലത്തിൻ്റെ ലോജിക്കൽ സ്ട്രക്ചർ എന്താ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൺകറൻസി കൊണ്ടുവരാൻ പറ്റുക. When there is multiple tasks, we should be able to capture the logical structure of program. The example can be a Google-like program where we have the logical structure which suggests the display activity should be running at the same time as the search. Perhaps the ranking should be third concurrent activity. ഇപ്പോൾ ഇവിടെ ഒരു ഗൂഗിൾ-ലൈക്ക് പ്രോഗ്രാം, ഒരു ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു വെബ്സൈറ്റ് എടുക്കുന്നതോ എന്തെങ്കിലും ഒരു കാര്യം ഗൂഗിളിൽ വരുന്നൊരു പ്രോഗ്രാം നമ്മൾ ആദ്യം അതിന് ലോജിക്കൽ സ്ട്രക്ചർ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ലോജിക്കൽ സ്ട്രക്ചർ എന്താണ്, നമ്മളെ യൂസറിന് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് രണ്ടും പാരലലി കാണിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജിമെയിലിൽ നിന്ന് എടുക്കുമ്പം ജിമെയിലിൽ എഴുതിയത് മാത്രമല്ല വരുന്നത്, ആ ജിമെയിലിൻ്റെ ആ ഫിഗറും കൂടി, ആ ഒരു പടമില്ലേ ജിമെയിലിൻ്റെ ആ ഒരു ഫിഗർ കൂടി വരുന്നുണ്ട്. സോ whenever we are running any Google-like program, the logical structure is also visible and also we are knowing the display activity. അതുപോലെ തന്നെ അതും കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും സെയിം ടൈമിലാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം മാത്രമാണ് അതിനുശേഷം വരുന്ന പ്രോസസ്സിനൊക്കെ നമ്മൾ തേർഡ് ആയിട്ടാണ് എടുക്കുന്നത്. So every time that first two process will be acting at the same time and then hence it is a concurrent activity. Next, the second point is to exploit the extra processes for speed, that is increasing performance. How can we increase the performance of these type of programs? അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന പ്രോസസ്സേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യത്തിനാണ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ we say it as process, and if there is extra processors that is running, we should അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അവരൊക്കെ ഡിസ്ട്രോയ് ചെയ്യണം. കാരണം നമുക്ക് ഉള്ള പ്രോസസ്സിന് തന്നെ നമുക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി we should exploit the all other extra processors.
And the third one is to interact with the multiple physical devices. Multiple physical devices എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന പലതരം ഫിസിക്കൽ ഡിവൈസസ് ഉണ്ട്, ലൈക്ക് മൗസ്, കീബോർഡ്, സ്കാനർ, അങ്ങനെ കുറേ പ്രിൻറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ഡിവൈസസ് ആണ്. ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്, കീബോർഡൊക്കെ. ദെൻ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഔട്ട്പുട്ട് കാണിച്ചു തരുന്ന ഡിവൈസസ് ലൈക്ക് മോണിറ്റർ, പ്രിൻറ്റർ, അതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസസ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതും കൺകറൻസി കൊണ്ടുതരുന്ന ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് എ കൺകറൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ കൺകറൻറ്റ് എന്താ പഠിച്ചു, കൺകറൻസി പഠിച്ചു, കൺകറൻറ്റ് പ്രോഗ്രാം എന്താ പഠിച്ചു. ഇനി കൺകറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ടാസ്ക് ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ അത് ഒറ്റയടിക്ക് ഒരേ സമയത്ത് ഇത്രയും ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് വി സേ ദാറ്റ് ഹോൾ തിങ്, ആ ഒരു മൊത്തമായിട്ടും വരുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ അവിടെ കൺകറൻസി എങ്ങനെയാണ് വരുന്നത്, ഒന്നോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ടാസ്ക് വരുമ്പം അത് സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് എ കൺകറൻറ്റ് സിസ്റ്റം. ഇനി കൺകറൻറ്റ് സിസ്റ്റം തന്നെ പാരലൽ കേസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് കേസും ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺകറൻറ്റ് സിസ്റ്റം നമ്മൾ പാരലൽ കേസും പറയും, പാരലൽ കേസ് തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കേസും പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ് എ കൺകറൻറ്റ് സിസ്റ്റം ഇസ് പാരലൽ ഇഫ് മോർ ദാൻ വൺ ടാസ്ക് ക്യാൻ ബി ഫിസിക്കലി ആക്റ്റീവ് അറ്റ് വൺസ് ദാറ്റ് റിക്വയർസ് മോർ ദാൻ വൺ പ്രോസസ്സർ. അപ്പോൾ ഇവിടെ പറയുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോസസ്സറാണ്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഹാർഡ്വെയർ ആയിട്ട് ഉണ്ടാവുന്ന പ്രോസസ്സേഴ്സാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ പ്രോസസ്സേഴ്സിൻ്റെ ആവശ്യം വരുമ്പോഴാണ് നമ്മളതിനെ പാരലൽ കേപ്പബിലിറ്റി കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് മോർ ദാൻ വൺ ടാസ്ക് ക്യാൻ ബി ഫിസിക്കലി ആക്റ്റീവ് അറ്റ് വൺസ്. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്കലി ആയിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ തവണ അതിന് ആക്റ്റീവ് ആകുന്ന സമയത്താണ് നമുക്ക് പ്രോസസ്സേഴ്സ് ഒന്നിൽ കൂടുതൽ വേണ്ടി വരുന്നത്. അതാണ് പാരലൽ കേസ്. പാരലൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം തന്നെ ഒരുമിച്ച് ഒറ്റയടിക്ക് കുറേ കാര്യങ്ങൾ പാരലലി ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, അതിന് നമ്മൾ കൺകറൻറ്റ് സിസ്റ്റം എന്ന് പറയും. ഇനി പാരലൽ സിസ്റ്റത്തിന് ഡിസ്ട്രിബ്യൂട്ടഡ് കേസ് വരുമ്പം ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സേഴ്സ് ബാക്കിയുള്ള കാര്യത്തിൽ നിന്നും ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ്, അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കേസ് വരിക. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പം ഒരൊറ്റ പ്രോസസ്സർ എല്ലാവരും കൂടി യൂസ് ചെയ്യുന്നതാണ് സെൻട്രലൈസ്ഡ്. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സിംഗിൾ പ്രോസസ്സർ തന്നെ ഷെയർ ചെയ്ത് റിയൽ വേൾഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, so this is what is known as concurrent system and how concurrent system is becoming parallel and how parallel system is becoming distributed. ഇനി കൺകറൻസി നമുക്ക് 4 ലെവൽസിലാണ് ഒക്കർ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ ഇസ് എ മെഷീൻ ഇൻസ്ട്രക്ഷൻ ലെവൽ, സെക്കൻഡ് വൺ ഇസ് എ ഹൈ ലെവൽ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ, തേർഡ് ഇസ് എ യൂണിറ്റ് ലെവൽ ആൻഡ് ഫോർത്ത് ഇസ് എ പ്രോഗ്രാം ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഈ ഒരു പർട്ടിക്കുലർ സിനാറിയോയിൽ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രോഗ്രാം ലെവലിലെ കൺകറൻസിയും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഫോളോ ചെയ്യാനില്ല ആൻഡ് ദേ ആർ നോട്ട് അഡ്രസ്ഡ് ഹിയർ. ഓക്കെ, ലാംഗ്വേജ് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജ് എടുത്താലും ഇത് നമുക്ക് ഓക്കെയാണ്. കാരണം നമ്മൾ കൺകറൻസി എന്ന് പറയുന്നത് ലാംഗ്വേജ് ബേസ് ആയിട്ട് ജാവയിൽ ഒരു കൺകറൻസി, C++ ഒരു കൺകറൻസി, അങ്ങനെയല്ല. കൺകറൻസി എന്ന് പറയുന്നത് ഫുള്ളി നമ്മൾ പ്രോഗ്രാമിൽ നിന്നൊക്കെ മാറി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ സൈഡ് വരുവാണ്. ഓക്കെ, അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ ഹാർഡ്വെയർ സൈഡും വരുമ്പോഴാണ് നമ്മൾ ഈ കൺകറൻസി കുറച്ചും കൂടി ആക്ടിവേറ്റ് ആവുന്നത്. സോ in this case we are not depending upon the language issues in the instruction and also the programming level concurrency. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് ലെവൽസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ളൊരു ഹയറാർക്കി ഉണ്ട്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാമിംഗ് ലെവലിൽ വരും, പിന്നെ അതിൻ്റെ കുറച്ച് അണ്ടറിലായിട്ട് വരുന്നതാണ് യൂണിറ്റ് ലെവൽ. പിന്നെ പ്രോഗ്രാം നമ്മൾ ഡയറക്റ്റ്ലി എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഴുതുന്നതിന് ശേഷം തന്നെ ഒരു മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഇൻസ്ട്രക്ഷൻസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ലെവലും നമ്മൾ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്തിട്ടാണ് കൺകറൻസി ഈ 4 ലെവലിൽ ഹാപ്പൻ ചെയ്യുന്നത് പറയുന്നത്. So next we move on to multi-processor architecture. അതായത് more than one processor is there and we follow on its architecture and it is known as multi-processor architecture. അപ്പം നമുക്ക് 1950s മെയിനായിട്ട് ഇതുണ്ടായത്. മീൻസ് സ്റ്റാർട്ടിങ് അതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ്, ദാറ്റ് ഇസ് ലേറ്റ് 1950s. ഒരൊറ്റൊരു ജനറൽ പർപ്പസ് പ്രോസസ്സർ ഉണ്ട്, അതുപോലെ തന്നെ ഒന്നോ അതിൽ കൂടുതലോ സ്പെഷ്യൽ പർപ്പസ് പ്രോസസ്സേഴ്സ് ഉണ്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വരുമ്പം ഒരു പ്രോസസ്സറാണ് അറ്റ് എ ടൈം ഫോളോ ചെയ്യുന്നത്, പിന്നെ സ്പെഷ്യൽ പർപ്പസ് ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് 1950s മൾട്ടി പ്രോസസ്സർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കുറച്ചും കൂടി ഇയർ മുന്നോട്ട് വന്നു, 1960 ആയി. ഏർലി 1960s എന്ന് പറയുമ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് തന്നെ മൾട്ടിപ്പിൾ ഉണ്ടായിരുന്നു.
പിന്നെ നമുക്ക് പ്രോഗ്രാം ലെവൽ കൺകറൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് മൾട്ടിപ്പിൾ കംപ്ലീറ്റ് പ്രോസസ്സേഴ്സിനെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വി ഹാവ് മിഡ് 1960s. അപ്പോൾ 1960s ഒരു ഏർലി ടൈമിലാണ് നമുക്ക് കംപ്ലീറ്റ് പ്രോസസ്സേഴ്സ് ഉണ്ടായത്. ഒരു മിഡിൽ 1960s ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പാർഷ്യൽ പ്രോസസ്സേഴ്സ് ഉണ്ടായി. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്ട്രക്ഷൻ ലെവൽ കൺകറൻസി. ദെൻ വി ഹാവ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ, ദാറ്റ് ഈസ് SIMD മെഷീൻ. അതായത് സിംഗിൾ ഇൻസ്ട്രക്ഷൻസും കൊടുക്കും ബട്ട് മൾട്ടിപ്പിൾ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ട്, MIMD. അപ്പോൾ ഇവിടെയൊക്കെ പ്രോസസ്സേഴ്സിൻ്റെ കമ്പാറ്റബിലിറ്റിയും കൂടി നമ്മൾ കമ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സർ ദാറ്റ് ക്യാൻ ബി സിങ്ക്രണൈസ്ഡ് യൂണിറ്റ് ലെവൽ കൺകറൻസി. യൂണിറ്റ് ലെവൽ കൺകറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോസസ്സേഴ്സ് തന്നെ സിങ്ക്രണൈസേഷൻ ചെയ്തിട്ട് നമുക്കതിനെ ആക്റ്റീവ്ലി റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് ഹയറാർക്കി ഓഫ് മൾട്ടി പ്രോസസ്സർ ആർക്കിടെക്ചർ. ഇനി നമുക്ക് കൺകറൻസിൻ്റെ തന്നെ കൂടുതൽ കാറ്റഗറീസിലേക്ക് പോവാം. Okay, so first of all we follow the thread of control in a program, the sequence of program points reached as control flows through the program. So whenever we are running or whenever we are executing a program, it will be having an active execution context. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കൺട്രോൾ നമ്മൾ ത്രെഡ് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിന് കുറേ പോയിന്റ്സ് ഉണ്ട്. ഇറ്റ് വിൽ ബി ഹാവിങ് എ സീക്വൻസ് ഓഫ് പ്രോഗ്രാം പോയിന്റ്സ് that is reached as control flows through the program. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ആണ്, മീൻസ് ആ ഒരു കൺട്രോളാണ് ആ പ്രോഗ്രാമിൻ്റെ ഫുള്ളി എക്സിക്യൂഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മൾ ത്രെഡ് ഓഫ് കൺട്രോൾ വെച്ച് പറയും. ഓക്കെ, ഇനി കൺകറൻസിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ കൺകറൻസി, സെക്കൻഡ് വൺ ഇസ് ലോജിക്കൽ കൺകറൻസി. ഫിസിക്കൽ കൺകറൻസി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ ആയിട്ട് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സേഴ്സ് ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ത്രെഡ് ഓഫ് കൺട്രോൾസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ്, പക്ഷേ കുറേ എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സേഴ്സ്. സോ ഹെൻസ് വി വിൽ ബി ഹാവിങ് മൾട്ടിപ്പിൾ ത്രെഡ്സ് ഓഫ് കൺട്രോൾ. ഇനി ലോജിക്കൽ കൺകറൻസി എന്ന് പറയുമ്പം നമ്മൾ ഫിസിക്കൽ കൺകറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലി അതവിടെ പ്രസൻ്റ് ആണ്. ലോജിക്കൽ കൺകറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി അല്ല അത് നോക്കുന്നത്. അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ടൈം ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഫിസിക്കൽ കൺകറൻസി ഈസ് പ്രസൻറ്റഡ് ബൈ ടൈം, ദാറ്റ് ഈസ് വി ഹാവ് ഷെയറിങ് വൺ പ്രോസസ്സർ, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ലോജിക്കൽ കൺകറൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിസിക്കലി എബിലിറ്റി കൊടുക്കാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ അതിനെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ഡിസൈൻഡ് ആസ് ഇഫ് ദെയർ വെയർ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഓഫ് കൺട്രോൾ. ഓക്കെ, നമ്മൾ ടൈംലി മാനറിൽ ഷെയറിങ് കൂടി കമ്പാറ്റബിൾ ആവുന്ന രീതിയിലാണ് ഈ 2 കൺകറൻസി നമ്മൾ ഫോളോ ചെയ്യുന്നത്. Then we have coroutines, that is quasi concurrency, have a single thread of control. അപ്പോൾ coroutine എന്ന് പറയുന്നത് ഈ ഒരു ത്രെഡ് ഓഫ് കൺട്രോൾ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് മൾട്ടിപ്പിളും സിംഗിളും ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് വരും. ബട്ട് വി ഫോളോ ഓൺലി ഓൺ ദ സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾ. അതിനെയാണ് നമ്മൾ ക്വാസി കൺകറൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ദ മോട്ടിവേഷൻസ് ഫോർ സ്റ്റഡിയിങ് കൺകറൻസി. നമ്മൾ എന്തിനാണ് ഈ കൺകറൻസി പഠിക്കുന്നത്, ഇതിന് പിന്നിലെ മോട്ടിവേഷൻസ് എന്താണ്? അപ്പോൾ ഇതിൽ മെയിൻലി വരുന്നത് വി ആർ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി വെരി യൂസ്ഫുൾ. സോഫ്റ്റ്വെയർ നമ്മൾ മെയിൻലി ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് വേ ഓഫ് ഹൗ എ സോഫ്റ്റ്വെയർ ക്യാൻ ബി ഡിസൈൻഡ് ഇസ് ഇൻവോൾവ് ഹിയർ. അതുപോലെ തന്നെ കുറേ റിയൽ വേൾഡ് സിറ്റുവേഷൻസും കൺകറൻസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വരുന്നത് മൾട്ടി പ്രോസസ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി ആർ ബി കേപ്പബിൾ ഓഫ് ഫിസിക്കൽ കൺകറൻസി ആർ നൗ വൈഡ്ലി യൂസ്ഡ്. ഇനി തന്നെ ഫിസിക്കൽ കൺകറൻസി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സും കേപ്പബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ അവർ കൺകറൻസി പ്രൊവൈഡ് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ ദാറ്റ് ഇസ് എ മോട്ടിവേഷൻ ഫോർ സ്റ്റഡിയിങ് കൺകറൻസി. നെക്സ്റ്റ് നമുക്ക് സബ് പ്രോഗ്രാം ലെവൽ കൺകറൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സബ് പ്രോഗ്രാം എന്താണെന്നൊക്കെ പാസ്റ്റ് മോഡ്യൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു മോഡ്യൂൾസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സബ് പ്രോഗ്രാം ലെവൽ കൺകറൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ ടാസ്ക് ഓർ വാട്ട് ഈസ് എ പ്രോസസ് എന്നാണ്. അപ്പോൾ നമ്മൾ റിയൽ വേൾഡ് നോക്കുമ്പോൾ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുവാണ്, അത് ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട് ഉണ്ടാവും. ദാറ്റ് ഇസ് എ ടാസ്ക്. ഓക്കെ, ദാറ്റ് ഇസ് എ സെയിം ലൈക്ക് എ പ്രോസസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സൈഡിൽ വരുമ്പം ഈ ടാസ്ക് അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം യൂണിറ്റ് ആണ്. ദാറ്റ് ക്യാൻ ബി ഇൻ കൺകറന്റ് എക്സിക്യൂഷൻ വിത്ത് അതർ പ്രോഗ്രാമിംഗ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ കൺകറന്റ് എക്സിക്യൂഷൻ ഇൻ ദ സെൻസ് വേറൊരു പ്രോഗ്രാം യൂണിറ്റ് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെയിം ടൈം ഈ ഒരു പ്രോഗ്രാമിംഗ് യൂണിറ്റ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദ പ്രോഗ്രാം യൂണിറ്റ്സ് ആർ ബീയിങ് എ പ്രോസസ് ഓർ ഇറ്റ് ഇസ് അണ്ടർ എ ടാസ്ക്. ഓക്കെ,
ഇനി ടാസ്ക് എന്ന് പറയുന്നത് ഓർഡിനറി സബ് പ്രോഗ്രാംസിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇംപ്ലിസിറ്റ്ലി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രോഗ്രാം യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം യൂണിറ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കത് എപ്പോഴും അതിനെ സസ്പെൻഡ് ചെയ്യണം എന്നില്ല. നമുക്കതിനെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യിക്കാം. വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രീ ആകുമ്പോൾ റൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കതിനെ ഫുൾ കണ്ടിന്യൂ ചെയ്ത് തീർത്തതിന് ശേഷം വേറെ പ്രോസസ്സ് റൺ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് ചില മെഷീൻസ് ലൈക്ക് ഇഫ് വി ആർ നോട്ട് ഹെൽപ്പിംഗ് മൾട്ടി പ്രോസസ്സർ then we should necessarily suspend it. ബട്ട് ഇവിടെ നമ്മൾ സബ് പ്രോഗ്രാം ലെവൽ കൺകറൻസിയും കൊണ്ടുവരുന്നുണ്ട്, മൾട്ടി പ്രോസസ്സർ ആ ഒരു കേപ്പബിലിറ്റിയും കൊണ്ടുവരുന്നുണ്ട് തന്നെ. വി ക്യാൻ സേ ദാറ്റ് വെൻ എവർ പ്രോഗ്രാം യൂണിറ്റ് ഇസ് അണ്ടർ എക്സിക്യൂഷൻ നെസസറിലി അതിനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ് ഓർ സംതിങ് എൽസ്. ഓക്കെ. So the third point is when a task execution is completed, control may not return to the caller. Okay. ഈ ടാസ്ക് എന്ന് പറയുമ്പം ശരിക്കും നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കോൾ ചെയ്ത് എവിടെയാണ് അവിടെ തന്നെയാണ് തിരിച്ച് കൺട്രോൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ ടാസ്കിൻ്റെ എക്സിക്യൂഷൻ മെയിൻലി നമ്മൾ കൺട്രോൾ നോക്കുന്നുണ്ട്, ബട്ട് കൺട്രോൾ എപ്പോഴും കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക് റിട്ടേൺ വരണം എന്നില്ല. ഓക്കെ. സോ ഹെൻസ് ദിസ് ഇസ് എ introduction of task and task usually work together. ഓക്കെ. ഇനി വരുന്നത് രണ്ട് ജനറൽ കാറ്റഗറീസ് ഓഫ് ടാസ്ക് ആണ്. വൺ ഇസ് ഹെവി വെയ്റ്റ് ടാസ്ക് ആൻഡ് ദി അതർ വൺ ഇസ് ലൈറ്റ് വെയ്റ്റ് ടാസ്ക്. അപ്പോൾ ഹെവി വെയ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ വെയ്റ്റും ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വെയ്റ്റും അതല്ല ഉദ്ദേശിക്കുന്നത്. ഹെവി വെയ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ളൊരു അഡ്രസ്സ് സ്പേസ് ഉണ്ട്. ഓക്കെ. ആ ഒരു സ്പേസിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് വി സേ ഇറ്റ് ആസ് എ ഹെവി വെയ്റ്റ് ടാസ്ക്. ലൈറ്റ് വെയ്റ്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്, കാരണം അവർക്ക് ഏത് അഡ്രസ് സ്പേസ് യൂസ് ചെയ്യാം. ഹെവി വെയ്റ്റിൻ്റെത് കൂടി അവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അവർക്ക് ഏത് അഡ്രസ് സ്പേസും യൂസ് ചെയ്യാം. ഹെൻസ് ഇറ്റ് ഇസ് ബിക്കമിങ് മോർ എഫിഷ്യൻറ്റ്. ഓക്കെ. സോ വി ഓൾവേസ് സേ ദാറ്റ് ത്രെഡ് ഇസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോസസ്. ദാറ്റ് ഈസ് ക്യാൻ യൂസ് എനി ഓഫ് ദ അഡ്രസ് സ്പേസ്, അല്ലെങ്കിൽ സെയിം അഡ്രസ് സ്പേസിൽ തന്നെ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വി സേ ദാറ്റ് a task is disjoint if it does not communicate with or affect the execution of any other task in a program in any way. ഇപ്പോൾ ഡിസ്ജോയിൻ എന്ന് പറയുമ്പം കോമൺ ആയിട്ട് ഒരു കാര്യമില്ല, മറ്റൊരു ടാസ്കിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഒറ്റയ്ക്ക് തന്നെ ഒരു ടാസ്ക് സ്വന്തമായിട്ട് ചെയ്ത് വേറെ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമില്ല, അതിൻ്റെ എക്സിക്യൂഷൻ വേറൊരു കാര്യത്തിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വി സേ ദാറ്റ് എ ടാസ്ക് ഇസ് ബീങ് disjoint. ഓക്കെ. ഇനി നമുക്ക് വരുന്നത് ടാസ്ക് സിങ്ക്രണൈസേഷൻ ആണ്. അത് ഒന്നിൽ കൂടുതൽ ടാസ്ക് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ടാസ്ക് വരുമ്പം ഏതൊക്കെ ടാസ്കിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ സിങ്ക്രണൈസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടാസ്ക് സിങ്ക്രണൈസേഷനിൽ പഠിക്കുന്നത്. ഓക്കെ. സോ മെയിൻലി ഇറ്റ് ഫോളോസ് ദ കൺട്രോൾസ് ദ ഓർഡർ ഇൻ വിച്ച് ടാസ്ക് എക്സിക്യൂട്ട്. ഇൻ വിച്ച് ഓർഡർ ദ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഒരു കൺട്രോൾ മെക്കാനിസത്തിനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. അപ്പോൾ 2 kinds of synchronization ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോപ്പറേഷൻ സിങ്ക്രണൈസേഷൻ, സെക്കൻഡ് വൺ ഇസ് കോമ്പറ്റീഷൻ സിങ്ക്രണൈസേഷൻ. അപ്പോൾ പേര് പറയുന്ന പോലെ കോപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ ടാസ്കും കൂടി ഒത്തൊരുമിച്ച് ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സിങ്ക്രണൈസ് ചെയ്യുകയാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഏത് ടാസ്ക്കാണ് ആദ്യം വേണ്ടതെന്നുള്ള രീതിയിൽ എല്ലാ ടാസ്കും കൂടി തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ദ വിന്നർ വിൻസ് എന്നുള്ള രീതിയിലാണ് കോമ്പറ്റീഷൻ സിങ്ക്രണൈസേഷൻ. ഓക്കെ. വിൽ സ്റ്റഡി ഇൻ ദി ഡീറ്റെയിൽ അബൌട്ട് ഇറ്റ്. The third one is task communication is necessary for synchronization provided by shared non-local variables, parameters and message passing. ഓക്കെ. അപ്പോൾ നമ്മൾ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഒരു നെസസറി ആയിട്ടുള്ള പാർട്ടാണ്. സിങ്ക്രണൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ ടാസ്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നെസസറിയാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് വൺ ഇസ് പാരാമീറ്റേഴ്സ്. നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്, then many parameters, many integers, data types, അതൊക്കെ വരും. പിന്നെ ഷെയർഡ് നോൺ ലോക്കൽ വേരിയബിൾ, പിന്നെ വരുന്നത് മെസ്സേജസ് പാസിംഗ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എല്ലാ ടാസ്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഡ്യൂറിങ് എ സിങ്ക്രണൈസേഷൻ ലെവൽ. ഓക്കെ. സോ വി മൂവ് ഓൺ ടു ദ കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ സിങ്ക്രണൈസേഷൻ. കോപ്പറേഷൻ സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടാസ്ക് ഉണ്ട്, ടാസ്ക് എ, വേറൊരു ടാസ്ക് ഉണ്ട്, ടാസ്ക് ബി. ഓക്കെ. വി ആർ ഫോളോയിങ് ഓൺ 2 tasks A and B. So task A must wait for task B to complete some specific activity before task A and continues execution. Example, the producer consumer problem. Okay. അപ്പം ടാസ്ക് എ എന്ന് പറയുന്ന ടാസ്ക് ബി കംപ്ലീറ്റ് ആവുന്നത് വരെ ടാസ്ക് എ വെയിറ്റ് ചെയ്യണം.
അന്ന് ടാസ്ക് ബി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടാസ്ക് എക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ടാസ്ക് എ കോപ്പറേറ്റ് ചെയ്യുവാണ്, ബി സ്വയം എ വെയിറ്റ് ചെയ്തിട്ട് ബി തീരുന്നത് വരെ ടാസ്ക് എ വെയിറ്റ് ചെയ്യുവാണ്. ഹെൻസ് യു ക്യാൻ സീ സം സോർട്ട് ഓഫ് കോപ്പറേഷൻ ദർ. ഓക്കെ, സോ ബിക്കോസ് ടാസ്ക് ബി കഴിഞ്ഞാൽ മാത്രമേ എക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എ ഇൻ എ സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഷുഡ് വെയിറ്റ്. ഓക്കെ, സോ എക്സാമ്പിൾ ഇസ് എ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ കൺസ്യൂമർ എന്ന് പറയുന്നത് വൺ ഹൂ ഈസ് പ്രൊഡ്യൂസിങ് ഇസ് എ പ്രൊഡ്യൂസർ, വൺ ഹൂ ഈസ് കൺസ്യൂമിങ് ദ പ്രൊഡ്യൂസ്ഡ് പ്രോഡക്ട്സ് കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എപ്പോഴും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസർ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊഡ്യൂസർ വൺസ് സ്റ്റോപ്പ് ചെയ്താൽ കൺസ്യൂമറിന് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺസ്യൂമർ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ for the producer to produce. Okay, അപ്പോൾ അതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. അപ്പോൾ കൺസ്യൂമർ എപ്പോഴും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്താലല്ലേ കൺസ്യൂമറിന് അത് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹിയർ പ്രൊഡ്യൂസർ ഇസ് സെയിം ആസ് ടാസ്ക് ബി ആൻഡ് കൺസ്യൂമർ ഇസ് സെയിം ആസ് ടാസ്ക് എ. സോ കൺസ്യൂമർ ഷുഡ് വെയിറ്റ്. അപ്പോൾ ആ ഒരു സിനാരിയോ, ആ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതൊരു ഫേമസ് പ്രോബ്ലം ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ കൂടുതൽ ഫോളോ ചെയ്യുന്ന പ്രോബ്ലം ആണ്. So that is cooperation synchronization. Next we have competition synchronization. ഇനി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം അതിൽ കൂടുതൽ ടാസ്ക് ഉണ്ട്. അപ്പോൾ ആ ടാസ്കിന് സെയിം ആയിട്ടുള്ള സം റിസോഴ്സസ് യൂസ് ചെയ്യണം. ഓക്കെ, ബട്ട് അറ്റ് എ ടൈം ആ ഒരു റിസോഴ്സ് ഒരാൾക്ക് മാത്രമേ അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. സൈമൾട്ടേനിയസ്ലി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുമ്പം കോമ്പറ്റീഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇസ് എ ഷെയർഡ് കൗണ്ടർ. ഒരു കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടർ ഷെയർഡ് കൗണ്ടർ ആണ്. അപ്പം ഒരാൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കൗണ്ടർ എന്ന് പറയുമ്പോൾ അത് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് വരാം. ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ പ്രോസസ് ഇസ് ഹാപ്പണിങ് ഇൻ എ ഷെയർഡ് കൗണ്ടർ. അപ്പോൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ ആ കൗണ്ടർ കൗണ്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഉണ്ടാകുമ്പം ഈ ഷെയർഡ് കൗണ്ടർ വരുമ്പോൾ രണ്ട് ടാസ്കും അറ്റ് ദ സെയിം ടൈം ആ ഷെയർഡ് കൗണ്ടർ യൂസ് ചെയ്യുമ്പം കൗണ്ടിങ്ങിൻ്റെ മിസ്റ്റേക്സ് വരും. ബട്ട് അവരുടെ റിസോഴ്സ് ആണത്. ഷെയർഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ റിസോഴ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. Who will take the shared counter first? Okay, the competition is usually provided by mutually exclusive access. Okay, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് അപ്കമിങ് സെഷൻസിൽ പഠിക്കും. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് യു ജസ്റ്റ് നോ വാട്ട് ഇസ് കോമ്പറ്റീഷൻ. ദാറ്റ് ഇസ് 2 or more tasks under execution and it must use some resources that cannot be simultaneously used. അങ്ങനെ വരുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ് വിത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആക്സസ്. ആരാണ് മ്യൂച്വലി പെട്ടെന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ആക്സസ് ചെയ്ത് ആ റിസോഴ്സ് എടുക്കുന്നത്, അവർക്കാണ് ആ റിസോഴ്സ്. അവർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ടാസ്കിന് ആ റിസോഴ്സസ് അവൈലബിൾ ആക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ നീഡ് ഓഫ് കോമ്പറ്റീഷൻ സിങ്ക്രണൈസേഷൻ. എന്തിനാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്നത്? ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടോട്ടലിൻ്റെ വാല്യൂ 3 ആണ്. 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് 4 വരുന്നത്. 3ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു ടൈം പോകുന്ന ഒരു ലൈനാണിത്. ഇതിൽ ടൈമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 ആണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. 4ന് ശേഷമാണ് നമുക്ക് 6 വേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ദാറ്റ് വി ഷുഡ് ടാസ്ക് എ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം 3 എന്ന് പറയുന്ന വാല്യൂ ഫെച്ച് ചെയ്യണം. 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ആ 4ൻ്റെ ഇവിടെ നമ്മൾ ആ ടോട്ടൽ വാല്യൂ സ്റ്റോർ ചെയ്യണം. അതാണ് ടാസ്ക് എ. ടാസ്ക് ബി എന്ന് പറയുന്നത് നമുക്ക് 6 കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വീണ്ടും ഈ ടോട്ടൽ ഫെച്ച് ചെയ്യണം. ഫെച്ച് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ എടുക്കുവാണ്. വി ആർ ഫെച്ചിങ് ദാറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ മൾട്ടിപ്ലൈങ് 3 with 2 ആൻഡ് ദെൻ വി ആർ ഗെറ്റിംഗ് 6. ആ 6 ആ ടൈം ലൈനിൻ്റെ അവിടെ സ്റ്റോർ ടോട്ടലിൽ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടാസ്ക് എ 4 ആണ് വേണ്ടത്, ടാസ്ക് ബി 6 ആണ് വേണ്ടത്. അപ്പോൾ 4 ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ആദ്യം 4 തീർക്കാനുള്ളതുകൊണ്ട് തന്നെ ടാസ്ക് എ ആണ് ആദ്യം ടോട്ടൽ ഫെച്ച് ചെയ്യുന്നത്. ടാസ്ക് എ തന്നെയാണ് ആദ്യം തീരുന്നതും. എ ഫെച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ബി അത് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബി അത് ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളി അത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എ അത് ആഡ് ചെയ്യുമ്പം ഇത് ഫെച്ചിങ് പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. ദെൻ എ ആഡ് ചെയ്തതിന് ശേഷം ബാക്കി റിസൾട്ട് പോകുന്ന സമയത്ത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടന്നു. അതിനുശേഷം ഇവിടെ ടോട്ടൽ സ്റ്റോർ ചെയ്തു 4 കിട്ടി. അതിനുശേഷമാണ് ടാസ്ക് ബിയിൽ 6 സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നമുക്ക് എന്തിനാണ് കോമ്പറ്റീഷൻ സിങ്ക്രണൈസേഷൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഫെച്ച് ചെയ്യാനും അതനുസരിച്ചുള്ള റിസോഴ്സസ് കിട്ടാനും. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് 4ഉം 6ഉം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ ആദ്യം 4 വേണം, പിന്നെയാണ് 6. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ടാസ്ക് എ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത് ഈ ഒരു ടൈം ലൈനിൽ ഈ ഒരു ടൈം കൊണ്ട് തീരുള്ളൂ. അതിന് ശേഷം നമുക്ക് ടാസ്ക് ബി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നീഡ് ഫോർ കോമ്പറ്റീഷൻ സിങ്ക്രണൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺകറൻസി എന്താണെന്ന് പഠിച്ചു, ബാക്കിയുള്ള ടാസ്കും ബാക്കിയുള്ള മോട്ടിവേഷൻസ് എന്തൊക്കെയാണ് പഠിച്ചു. So thus we come to the end of this section. Thank you.